ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തതിൽ നിന്നും ഒരു 70-ലധികം പോയിന്റിന്റെ ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. എന്നാൽ ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റിൽ നമുക്ക് ഒരു ഡോജി ക്യാൻഡിലാണ് കിട്ടിയത്. അതിനുശേഷം ഇവിടെ കൃത്യമായും ഒരു 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണിലാണ് ആദ്യം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും ഒരു ടാർഗറ്റ് ലെവൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ക്ലോസ് ചെയ്തതിൽ നിന്നും താഴോട്ട് പോകുന്നതുകൊണ്ട് വീണ്ടും അപ്വേർഡ് ശ്രമിച്ച് അവിടെ നിന്നും കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ ക്യാൻഡിൽ പാറ്റേണുകൾ കൃത്യമായി അറിയാവുന്നവർക്ക് ഒരു സെല്ല് ഇവിടെ ഓർഡർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. ഈ ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഏരിയയിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൃത്യമായും ഒരു ലെവൽ കൊടുത്തിരുന്നു. എന്നാൽ ഇവിടെ കൃത്യമായും ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിച്ച് തന്നെ ട്രേഡ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം എനിക്ക് അതിനെ ഫോളോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, ഞാൻ ട്രേഡ് ചെയ്യാത്തത് കൊണ്ടും ഞാൻ കണ്ടപ്പോൾ അത് പോസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അത് ചെയ്തവർക്ക് നല്ല വൃത്തിയായ ടാർഗറ്റ് ലഭിച്ചിരുന്നു. ഞാൻ ഈ ഏരിയ മാത്രം ആയിരുന്നു ടാർഗറ്റ് ആയി കൊടുത്തിരുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ഇവിടെ അഥവാ എൻ്റർ ആകുന്ന ഒരാൾക്ക് തീർച്ചയായും ഒരു ടാർഗറ്റ് കിട്ടുക എന്ന ഉദ്ദേശം തന്നെയാണ്. എന്നാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇതിന് താഴെ ക്ലോസ് ആവുകയായിരുന്നുവെങ്കിൽ വീണ്ടും കണ്ടിന്യൂസ് ഡൗൺവേർഡ് പോകുന്നതിന്. എന്നാൽ ഇവിടെ കൃത്യമായും വീണ്ടും ഒരു ബൈയിങ് സിഗ്നൽ ആയിരുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം തന്നിരുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് ഇവിടെ നിന്നും ഒരു എൻട്രി വളരെ വൃത്തിയായി ലഭിച്ചിട്ടുണ്ടാകാം. അവിടെ നിന്നും വീണ്ടും ഡിക്ലൈൻ വന്ന് ഈ നമ്മുടെ സപ്പോർട്ട് സോണിൽ 22,230 എന്ന ലെവലിലേക്ക് എത്തി വീണ്ടും പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് വൃത്തിയായ ട്രേഡുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാലും റീ എൻ്റർ ചെയ്ത് പലവട്ടം ട്രേഡ് ചെയ്യാനും സാധ്യതകൾ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെയും മികവ് പോലെയാണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെവലുകൾ വെച്ച് നാളെ എന്തായിരിക്കാം എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് വിശദീകരിക്കാം. ഇന്നത്തെ ഉയരമായ 22,371 തന്നെയാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സപ്പോർട്ടായി 22,228 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായിട്ടും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഏരിയയിൽ എവിടെയായിരുന്നാലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷൻ എങ്ങോട്ടായാലും ആ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സാധാരണയായി ചെയ്യുക. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന ലെവലിലാണ്. ആ നിലയ്ക്ക് ഇവിടെ നിന്ന് ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം തരുന്നതെങ്കിൽ ഞാൻ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പിന്നീടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ വീണ്ടും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ലഭിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 22,414, 504, 543, 567 അതൊക്കെ അല്പം റെസിസ്റ്റന്റ് ആയ ഏരിയകളാണ്. അതുപോലെ തന്നെ 607, 644 എന്നിങ്ങനെയാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തുന്ന ഉയരം ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ കൃത്യമായും വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്വേർഡ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം നിലനിർത്തിക്കൊണ്ട് സെല്ലിംഗ് ഡയറക്ഷൻ കാണിച്ചാൽ വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് വരികയാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാവുന്നതും തുടർന്ന് ഈ സപ്പോർട്ടുകളിലോട്ട് പ്രൈസ് എത്താവുന്നതുമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 22,184, 128, 22,098, 53 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഇതിൽ 22,098, 100 ലെവലെല്ലാം നല്ല സ്ട്രോങ് സപ്പോർട്ട് സോണുകളായി തന്നെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയകളാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്താണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 48,199, അതായത് 48,200 ആണ് ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റന്റ് സോൺ. അതുപോലെ തന്നെ 47,951 ആണ് ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള സപ്പോർട്ട് സോൺ. ബാങ്ക് നിഫ്റ്റി പതിവ് പോലെ അല്പം റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഞാനൊരു ലെവൽ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 48,100 എന്ന ലെവലിലോട്ടാണത്. അപ്പോൾ ഈ ഏരിയയിൽ എവിടെയാണെങ്കിലും ഇതിനു മുകളിൽ ഒരു ഓപ്പണിംഗ് നൽകി ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അഥവാ ഈ ഡയറക്ഷന് മുകളിൽ ഒരു ക്ലോസിംഗ് ആണ് തരുന്നതെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ ഈ ലെവലുകൾ നിർത്തിക്കൊണ്ടാണ് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതെങ്കിൽ
കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അഥവാ ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ ഡൗൺവേർഡ് ഡയറക്ഷൻ വരികയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. എന്തായിരുന്നാലും ഒന്നുകിൽ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 മണിക്കൂർ ക്യാൻഡിൽ ക്ലോസ് ആവുക, അതല്ലെങ്കിൽ ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് 1 മണിക്കൂർ ക്ലോസ് ആവുക എന്നുള്ളതാണ് കിട്ടേണ്ടുന്ന ഡയറക്ഷൻ. അത് ഏത് ഡയറക്ഷനാണ് രാവിലെ ചെറിയ ടൈം ഫ്രെയിം 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ നൽകുന്നത് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഒരു ഡയറക്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോഴൊരു ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്. അവയെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു. 48,465, 48,779 എന്നിവയൊക്കെ റെസിസ്റ്റന്റ് സോണുകളായി പ്രവർത്തിച്ചേക്കാം. ഡൗൺ സൈഡിലോട്ട് പോരുകയാണ് മാർക്കറ്റ് എങ്കിൽ തീർച്ചയായും ഈ ലെവലുകൾ 47,848, 47,741, 47,623, 47,377 എന്നീ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. എന്നാൽ ഈ 47,377 അല്പം സ്ട്രോങ് സപ്പോർട്ടായാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് നോക്കാം. സെൻസെക്സിൽ 73,563 ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് ആയി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാന സപ്പോർട്ട് 73,221 അതിനിടയിൽ ഈ ലെവൽ 73,300 എന്ന ലെവലും ഒരു സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം അപ്പോൾ ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ ഏതെങ്കിലും എവിടെയാണോ പ്രൈസ് നിൽക്കുന്നത് അതിനനുസരിച്ച് ഇത് അടുത്ത ലെവലുകൾ ആണെങ്കിൽ മാത്രം ആ ലെവൽ കണക്കാക്കും. അതല്ലെങ്കിൽ ഡേയ്സ് ലോ തന്നെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലാണ്. ഇന്നത്തെ ഹൈക്ക് മുകളിൽ കിടക്കുക എന്നുള്ളതാണ്. എങ്കിലും ആദ്യത്തെ ഒരു ഫ്ലോയിൽ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ. അപ്പോൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോഴ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോഴ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഈ ലെവലിന് മുകളിൽ 73,693 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 73,788, 856, 973, 74,000 എന്ന ലെവലുകളിലേക്ക് പ്രൈസ് ടെസ്റ്റ് ചെയ്തേക്കാം. എന്നാൽ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റന്റ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകൾ ആദ്യമേ ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ തന്നാൽ ഡൗൺ സൈഡിലോട്ട് തന്നെ സെല്ല് ചെയ്യും. അതായത് PE ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റ് ആയി കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും ഡിക്ലൈൻ വരികയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ അതാണ് ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. എന്നാൽ അതിന് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലാണ് പ്രധാനമായ പിന്നെ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യത. അത് ബ്രേക്ക് ചെയ്ത് താഴെ പോന്നാൽ വീണ്ടും ഈ ലെവലുകൾ 72,887, 72,725, 72,592, 72,362 എന്നീ ലെവലുകളാണ് വീണ്ടും കിട്ടിയേക്കാവുന്നതായി ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഈ 72,725 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് ഞാൻ പരിഗണിക്കുന്നത്. അപ്പോൾ എന്തിനും നാളത്തെ മോർണിംഗിൽ ലഭിക്കുന്ന ഓപ്പണിംഗ് അത് അതിനുശേഷം നൽകുന്ന ഒരു ഡയറക്ഷൻ ആയിരിക്കാം. പ്രൈസ് ഒരു ഡിക്ലൈൻ മൂഡിലാണുള്ളത്. നിങ്ങൾക്ക് ഒരു ട്രെൻഡ് ലൈൻ വേണമെങ്കിലും വരച്ചിട്ട് വേണമെങ്കിലും തീർത്തും അത് മനസ്സിലാകാത്തവർക്ക് അങ്ങനെ വേണമെങ്കിലും ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അറിവിനനുസരിച്ച് ചെയ്യുക. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമെന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സ്ഥിരമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഗുണകരമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ സാധ്യമാകും വിധം ഞാൻ അവ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് ചുവടെ ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ലിങ്കിലൂടെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.